അടുത്തതായി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ അഡ്നോബോർഡിൽ നമുക്ക് ഫിർംവെയറിനെ ബേൺ ചെയ്യണം. അപ്പോൾ ബേൺ ചെയ്യാനുള്ള ഫിർംവെയറും അത് ബേൺ ചെയ്യാൻ വേണ്ടിയുള്ള സോഫ്റ്റ്വെയറൊക്കെ ഞാൻ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ 2 ഫയൽസ്. അപ്പോൾ ഇതിൽ കാണുന്ന firmware.exe ആണ് നമ്മുടെ മെഷീനിലേക്കുള്ള പ്രോഗ്രാം. അതുപോലെ എക്സ്ലോഡ് എന്നുള്ളത് അത് ബേൺ ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇവിടെ എക്സ്ലോഡ് എന്ന് കിടക്കുന്ന സംഭവം ഒരു റയർ ഫയലായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കത് ഇവിടെ എക്സ്ട്രാക്ട് ചെയ്യാം. എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒന്ന് ഫോൾഡർ കിട്ടും. ഫോൾഡറിനുള്ളിൽ എക്സ്ലോഡ് എന്നുള്ള ആപ്ലിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ ചെയ്യേണ്ട കാര്യത്തിലുള്ളൂ എക്സ്ലോഡ് എന്നുള്ള ആപ്ലിക്കേഷൻ നമ്മൾ റൺ ചെയ്യുക. എന്നിട്ട് അതിൽ നമ്മളെ ഈ firmware.exe എന്നുള്ള ഫയലിനെ സെലക്ട് ചെയ്യാം. അതിനുശേഷം അഡ്നോ ബോർഡ് കണക്ട് ചെയ്തിട്ടുള്ള പോർട്ട് സെലക്ട് ചെയ്യുക. ഇവിടെ ഇപ്പോൾ 2 പോർട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണെന്ന് ഡൗട്ട് അടിക്കും. നമ്മുടെ അഡ്നോ കണക്ട് ചെയ്തിട്ടുള്ള പോർട്ട് എന്ന് നമുക്കറിയില്ല. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഡിവൈസ് മാനേജർ എടുത്ത് നോക്കിയാൽ മതി. ദിസ് PC മാനേജ് ഡിവൈസ് മാനേജർ, അതിൻ്റെ ഉള്ളിൽ നമുക്ക് പോർട്സ് കോം LPT എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഇവിടുത്തെ യൂണോ ബോർഡ് കിടക്കുന്നത് COM5ലാണ്. അപ്പോൾ നമ്മൾ എക്സ്ലോഡിൽ പോയിട്ട് COM5 സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ നമ്മുടെ ബോർഡ് സെലക്ട് ചെയ്യുക. നമ്മുടെ ബോർഡ് യൂണോ ബോർഡാണ്. അപ്പോൾ നമ്മൾ യൂണോ ബോർഡ് സെലക്ട് ചെയ്യുക. ദെൻ ക്ലിക്ക് അപ്ലോഡ്. ബോം, പരിപാടി കഴിഞ്ഞു. ഫ്രണ്ട്സിന് നമ്മൾ ഈ അഡ്നോ ബോർഡിനെ ഇതുപോലത്തെ ഡ്യുവൽ സൈഡ് സ്റ്റിക്കർ ഉപയോഗിച്ച് നമ്മൾ PVC ബോക്സിൽ ഒട്ടിച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അഡ്നോ ബോർഡിലേക്ക് സെൻസറിനെ വയർ ചെയ്യാം. അപ്പോൾ സെൻസറിനെ വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഹെഡാണ് ഉപയോഗിക്കുന്നത്. ആ ഹെഡറിലേക്ക് ഞാൻ 4 ഡിഫറെൻറ്റ് കളറുള്ള വയേഴ്സ് സോൾവ് ചെയ്തു. ഇവിടെ നമ്മൾ സെൻസറായി ഉപയോഗിക്കുന്നത് HCSR04 എന്ന് പറഞ്ഞ അൾട്രാസൗണ്ട് സെൻസറാണ്. അപ്പോൾ ആ സെൻസറിലേക്ക് നമുക്ക് ഈ ഹെഡർ കണക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ബ്രൗൺ VCC, ബ്ലൂ ട്രിഗർ, വൈറ്റ് എക്കോ, ബ്ലാക്ക് ഗ്രൗണ്ട് എന്ന രീതിയിലാണ് ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് സെൻസറിൻ്റെ പുറകിലായിട്ട് ഇതുപോലത്തെ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഉപയോഗിച്ച് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ PVCയിൽ നമ്മൾ ഓൾറെഡി 2 ഹോൾസ് തുളച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സെൻസർ കടക്കാൻ പാകത്തിനായിട്ട്. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ സെൻസറിനെ കടത്തി വെച്ച് നമുക്ക് ഒട്ടിക്കാം. ഇപ്പോൾ ഇത് ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ച് ഒട്ടിക്കണമെന്നൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഒട്ടിക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് സെൻസേഴ്സിൻ്റെ വയർ ഈ ഹോളിലൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ സെൻസറിൻ്റെ ഫിറ്റിംഗ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുപോലെ തന്നെ സാനിറ്റൈസറിൻ്റെ ടാങ്കായി നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിൽ നിന്ന് നേരെ ഒരു ട്യൂബ് എടുത്തിട്ട് നമുക്ക് ഈ പൈപ്പിൻ്റെ എൻഡിലേക്ക് കൊണ്ടുവരണം. ഈ ട്യൂബ് നമ്മൾ ഫിഷ് ടാങ്കിൻ്റെ എയർ പമ്പിൽ ഉപയോഗിക്കുന്ന ട്യൂബാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. എന്നിട്ട് നമുക്ക് ആ ട്യൂബിൻ്റെ എൻഡിൽ ഇതുപോലത്തെ നോസിൽ പിടിപ്പിക്കാം. ഈ നോസിൽ നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മുടെ ഫിഷ് ടാങ്കിൽ തന്നെ ഉപയോഗിക്കുന്ന മറ്റേ ബബിൾ സ്റ്റോൺ ഇല്ലേ, ബബിൾ സ്റ്റോണിൻ്റെ ഉള്ളിൽ നിന്ന് പറിച്ചെടുത്തിട്ടുള്ളതാണ് ഈ നോസിൽ. അപ്പോൾ നമുക്ക് ഈ നോസിൽ ഈ ട്യൂബിൽ കടത്തിയിട്ട് ഈ പൈപ്പിൽ ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ആ നോസിൽ ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സൂപ്പറിൽ ഉപയോഗിച്ചിട്ട് ആ നോസിന് ചുറ്റൊന്ന് ആക്കി കൊടുക്കാം. ഇനി സാനിറ്റൈസർ ടാങ്ക് ഫിറ്റ് ചെയ്യാം. സാനിറ്റൈസർ ടാങ്ക് ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിങ്ങനെ 2 സൈഡിലും ഡബിൾ സൈഡ് സ്റ്റിക്കർ ഒട്ടിക്കുകയാണെങ്കിൽ നമ്മുടെ മൂടി തിരിക്കുമ്പോൾ കുപ്പി ഇങ്ങനെ ഇളകി പോവില്ല. അപ്പോൾ അത് ടൈറ്റ് ആയിരുന്നുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു 10K പൊട്ടൻഷ്യോമീറ്ററാണ് ഉപയോഗിക്കുന്നത്. അതായത് ഫ്ലോ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാനിറ്റൈസറിൻ്റെ അളവ് നമുക്കിതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു സംവിധാനം നമ്മളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നെട്ട് മുറുക്കുമ്പോൾ നമ്മൾ വല്ലാണ്ട് ടൈറ്റ് ആക്കേണ്ട, ഒരു മീഡിയം ടൈറ്റ് മതി. അതിനുശേഷം നമുക്ക് അതിലേക്കുള്ള വയേഴ്സ് നമുക്ക് സോൾവ് ചെയ്ത് പിടിപ്പിക്കാം. 3 വയേഴ്സ് നമ്മൾ സോൾവ് ചെയ്ത് പിടിപ്പിക്കണം. ഇപ്പോൾ നമ്മൾ വയേഴ്സ് സോൾഡർ ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി ഇവിടെ സാനിറ്റൈസറിനെ പമ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു 3 to 6 വോൾട്ടിൻ്റെ മിനി സബ്മേഴ്സിബിൾ പമ്പാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആ ട്യൂബിൻ്റെ എൻഡ് നമുക്ക് ഇതിലിങ്ങനെ ഫിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ടാങ്കിലേക്ക് ഇറക്കി വയ്ക്കാം. അതിനുശേഷം ഈ കുഞ്ഞൊരു ഹോൾ അടിച്ചിട്ട് അതിൻ്റെ വയേഴ്സ് നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ സബ്മേഴ്സിബിൾ പമ്പ്, മോട്ടർ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിംഗ് ആണ്. അതായത് നമ്മുടെ എല്ലാ എക്യുപ്മെൻറ്റ്സിനും നമ്മുടെ അഡ്നോ ബോർഡിലേക്ക് നമുക്ക് കൊണ്ടുവരണം. അപ്പോൾ എനിക്കറിയാം ഇത് ഞാൻ അവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് കൊടുക്കും, ഇവിടെ നിന്ന് എടുത്ത് അങ്ങോട്ട് കൊടുക്കും, ഈ വയർ ഇല്ല ആ വയർ ഇതിൻ്റെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തലവേന പിടിച്ച പരിപാടിയെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ക്ലാരിറ്റിയിലുള്ള ഒരു ഡയഗ്രാം എല്ലാവർക്കും മനസ്സിലാവേണ്ട രീതിയിൽ ഞാൻ ഡയഗ്രാം വരച്ചിട്ടുണ്ട്. ഇതാണ് ആ ഡയഗ്രാം. അപ്പോൾ ഇതിൻ്റെ ഹൈ ക്വാളിറ്റി PNG ഫയൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ മോട്ടോറെ നമുക്ക് സോൾഡർ ചെയ്യാം. നമുക്ക് ഇതെല്ലാം വീണ്ടും തിരിച്ച് ഫിറ്റ് ചെയ്യാം. ദെൻ നമ്മുടെ പൊട്ടൻഷ്യോമീറ്റർ നമുക്ക് ഇതുപോലെ ഒരു നോബ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് തിരിക്കാനായിട്ട് വളരെ ഈസിയായി ഇങ്ങനെ തിരിക്കാൻ പറ്റും. ഓക്കെ, നമുക്കിനി മോട്ടറിൻ്റെ വയേഴ്സ് ഷോർട്ട് ആവാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് ടേപ്പ് ഇട്ടിട്ട് കൊടുക്കുക. ദെൻ നമ്മുടെ പരിപാടി കഴിഞ്ഞു. നമ്മൾ ക്ലാമ്പ് സെറ്റപ്പ് ആക്കുക. ഓക്കെ, ഇനി ആ ട്യൂബിനും വയറിനും ചുറ്റും കുറച്ച് ഗ്ലൂ സ്റ്റിക്ക് കണ്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ അത് അവിടെ എയർ ടൈറ്റ് ആയിട്ട് ഇരുന്നോളൂ. അപ്പോൾ നമ്മുടെ മെഷീൻ്റെ പണി കഴിഞ്ഞു. ഇനി മെഷീൻ്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സെൻസറിൽ നിന്ന് മെഷീൻ്റെ ബോട്ടത്തിലേക്ക് ഇതുപോലെ 30 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരും. അപ്പോൾ ഈ ഹൈറ്റ് നമ്മൾ അതുപോലെ തന്നെ കീപ്പ് ചെയ്യുക. അതിന് കൂടുതലും പ്രശ്നമൊന്നുമില്ല, പക്ഷെ കുറയരുത്. ഫ്രണ്ട്സ്, നമ്മുടെ മെഷീൻ വർക്ക് ചെയ്യുന്നത് USB പവറിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മെഷീനെ USB കേബിൾ കുത്താൻ പറ്റുന്ന ഏതൊരു സോഴ്സിലും നമുക്ക് കണക്ട് ചെയ്യാം, ലൈക്ക് ദിസ് സോഴ്സസ്. പിന്നെ ബാറ്ററിയിൽ വേണമെങ്കിൽ നമുക്ക് റെഗുലേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ബാറ്ററിയിൽ നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ മെഷീൻ്റെ സാനിറ്റൈസർ ടാങ്കിലേക്ക് നമുക്ക് സാനിറ്റൈസർ ഒഴിച്ച് കൊടുക്കാം. ഇവിടെ നമ്മൾ 2 ബോട്ടിൽ സാനിറ്റൈസർ ഇപ്പോൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെഷീനെ പവറപ്പ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഒരു സാംസങ്ങിൻ്റെ ചാർജറാണ്. നമ്മൾ സാംസങ്ങിൻ്റെ ചാർജർ കണക്ട് ചെയ്തു, മെഷീൻ ഓണാക്കി. ഇനി ഞാൻ നിങ്ങൾക്ക് അതിൽ കൈ വെച്ച് കാണിച്ചു തരാം. കണ്ടോ, നമുക്ക് ആവശ്യത്തിനുള്ള സാനിറ്റൈസർ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരല്ലോ, കണ്ടോ കയ്യിലേക്ക്. കൂടാതെ നമുക്ക് ഇതിൻ്റെ അളവ് നമുക്ക് കൺട്രോൾ ചെയ്യാനും പറ്റും. അപ്പോൾ ഞാനിനി ഇതിൻ്റെ ഇൻ്റലിജൻസ് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിൻ്റെ ഇൻ്റലിജൻസ് നമ്മളിപ്പോൾ കൈ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാലും കണ്ടോ സംഭവം നമുക്ക് തരാൾ തരും, അവിടെ നിൽക്കും, ഇനി വരില്ല. കണ്ടോ,
അതാണ് ഈ മെഷീൻ്റെ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെ ഓവർഫ്ലോ ഉണ്ടാവില്ല നമ്മുടെ മെഷീനിൽ. നോക്കി ഞാൻ കൈ വെച്ചിട്ട് എത്ര നേരമായി നോക്കിയിട്ടുണ്ടാവും, സംഭവം വരില്ല. ഇനി ഇതിപ്പോൾ നമ്മളിരിക്കുന്ന ഡാർക്ക് സൈഡിലാണ്. ഞാൻ നിങ്ങൾക്ക് ഇനി മുറ്റത്ത് പോയിട്ട് വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ പോയിട്ട് നല്ല വെളിച്ചമുള്ള ഓർത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ സാനിറ്റൈസറിൻ്റെ അളവ് നമുക്ക് പഴയ അളവ് തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നമ്മുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ എത്തിരിക്കുകയാണ്. നമ്മൾ മെഷീനൊക്കെ കൂടെ സെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ കൈ വെച്ച് കാണിച്ചു തരാം. കണ്ടോ, നേരത്തെ വന്ന സെയിം അളവ്. നമ്മുടെ മെഷീന് ഈ ലൈറ്റിലോർത്ത് കൊണ്ടു വയ്ക്കുമ്പോൾ ചോർന്ന് പോകണം അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. നമ്മുടെ മെഷീൻ പക്കാ സ്റ്റേബിളാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ സാനിറ്റൈസറിൻ്റെ അളവ് കൂട്ടിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ നോബ് നിങ്ങൾ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ സാനിറ്റൈസറിൻ്റെ അളവ് ഫുൾ ഇടാനാണ് പോണത്. നമ്മൾ ഫുൾ ഇട്ടു. ഇനി ഞാൻ കൈ വെച്ച് കാണിച്ചു തരാം. കണ്ടോ, അപ്പോൾ ഇങ്ങനെ സാനിറ്റൈസർ ഇങ്ങനെ കുറേ ഇങ്ങനെ വരും. എനിക്കറിയാൻ പറ്റുന്ന സാനിറ്റൈസർ നമുക്ക് ആവശ്യമില്ലാന്ന്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് അതിനെ തിരിച്ച് കുറച്ചിടാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് എത്ര വേണമെങ്കിലും അതിൽ വയ്ക്കാം. കണ്ടോ, അപ്പോൾ നോർമൽ അളവായി. ഇനി നമുക്ക് നമ്മുടെ മെഷീനെ വാൾ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെഷീൻ്റെ രണ്ട് സൈഡിൽ ഇതുപോലെ എൽ ക്ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഹോൾസിൽ നമുക്ക് സ്ക്രൂ ചെയ്ത് വാൾ മൗണ്ട് ചെയ്യാവുന്നതാണ്. ഫ്രണ്ട്സ്, നമ്മുടെ മെഷീൻ്റെ പവർ ഇൻഡിക്കേഷനിൽ വരുന്നത് സാനിറ്റൈസറിൻ്റെ ബോട്ടിലിൻ്റെ അടിയിലായിട്ടാണ്. ഇങ്ങനെ കൊടുക്കാനുള്ള കാരണം, നമ്മൾ ഉപയോഗിക്കുന്ന ബോട്ടിൽ ഒരു ട്രാൻസ്പാരൻറ്റ് ബോട്ടിലാണെങ്കിൽ ഈ കാണുന്ന ലൈനിലൂടെ നമുക്ക് ലൈറ്റ് അടിച്ച് സാനിറ്റൈസറിൻ്റെ അളവ് തെളിഞ്ഞ് കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ അങ്ങനത്തെ ഒരു ബോട്ടിൽ ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ സാധാരണ ഒരു ബോട്ടിൽ യൂസ് ചെയ്തത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ട്രാൻസ്പാരൻറ്റ് ബോട്ടിൽ യൂസ് ചെയ്യുക. ദെൻ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.